ഓടിക്കോ ഓടിക്കോ ഓടല്ല ഓടല്ല ഓ ഷാഫി പറമ്പലിന് പരിക്കേറ്റ സംഭവത്തിൽ വലിയ പ്രതിഷേധം അവിടെ ഉയരുകയാണ്. പ്രവർത്തകർ തടിച്ചുകൂടുന്നുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഷാഫി പറമ്പലിനെ. ഈ ചോര കൊണ്ട് അയ്യപ്പന്റെ സ്വർണം കട്ട സംഭവം മറച്ചുപിടിക്കാമെന്ന് ആരും കരുതേണ്ട എന്നതാണ് ആശുപത്രിയിലേക്ക് പ്രവേശിക്കും മുമ്പ് മാധ്യമങ്ങളോട് കുറഞ്ഞ വാക്കുകളിൽ ഷാഫി പറമ്പിൽ പ്രതികരിച്ചത്. ഷാഫി പറമ്പലിന്റെ മുഖത്താണ് പരിക്കേറ്റിരിക്കുന്നത്. മൂക്കിൽ നിന്ന് രക്തം വാർന്നു വരുന്നുണ്ടായിരുന്നു. പോലീസ് ലാത്തിചാർജിലാണ് പരിക്കേറ്റതെന്നാണ് പറഞ്ഞത്. മാത്രവുമല്ല CPM പ്രവർത്തകർ, ആയുധധാരികളായ CPM പ്രവർത്തകർ അവിടെ തമ്പടിച്ചിരുന്നു. അവർക്ക് പോലീസ് സംരക്ഷണം ഒരുക്കി. ഒപ്പം കണ്ണീർ വാതക പ്രയോഗവും ഉണ്ടായി എന്ന് പറയുന്നു. അയ്യപ്പന്റെ സ്വർണം കട്ടതിനെ മറച്ചു പിടിക്കാമെന്ന് CPM പോലീസും സർക്കാരും വ്യാപരിക്കണം. ഷാഫി പറമ്പിലിന്റെ നേരത്തെയുള്ള പ്രതികരണമാണ് നമ്മൾ കണ്ടത്. ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുൻപ് നടത്തിയ പ്രതികരണമാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടത് മറച്ചു പിടിക്കാമെന്ന് കരുതേണ്ട എന്നതാണ്. അതേസമയം പോലീസിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ മർദ്ദനത്തിനും ചോരയുടെ പിന്നിലെ കാരണം എന്തായാലും വലിയ അനിഷ്ട സംഭവങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. CPM പ്രവർത്തകരും ഒരു ഭാഗത്ത് പ്രതിഷേധവുമായി എത്തി. UDFന്റെ പ്രതിഷേധം, രണ്ട് പ്രതിഷേധങ്ങൾ മുഖാമുഖം എത്തിയപ്പോഴാണ് പോലീസ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർവാതകം പ്രയോഗിച്ചു. പിന്നീട് ലാത്തിചാർജിലേക്ക് കാര്യങ്ങൾ നടന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, വലിയ പ്രക്ഷോഭത്തിലേക്ക് UDF നീങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കോൺഗ്രസിന്റെ പല പ്രതിഷേധ പരിപാടികളുടെ കാര്യം DCC പ്രസിഡന്റ് തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചു. ഷാഫി പറമ്പിൽ ഇപ്പോഴും ആശുപത്രിയിലാണോ? അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് അറിയുന്നത്? എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? പോലീസ് ലാത്തിചാർജിൽ തന്നെയാണോ പരിക്കേറ്റത്? രേണുക, ഇന്നലെ പേരാമ്പ്രയിലെ കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് KSU ഏതാനും സീറ്റുകൾ നേടിയിരുന്നു. ചെയർമാൻ സീറ്റുകളടക്കം നേടിയിരുന്നു. ഇതേ തുടർന്ന് KSU SFI പ്രവർത്തകർ തമ്മിൽ ഇന്നലെ പേരാമ്പ്രയിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായി ഇന്ന് UDF പ്രാദേശികമായ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു. ഈ ഹർത്താലിന്റെ ഭാഗമായി രാവിലെ പഞ്ചായത്ത് ഓഫീസ് അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായി എന്നും പഞ്ചായത്ത് പ്രസിഡന്റിനെ UDF പ്രവർത്തകർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നുമാണ് LDF പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇതേ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിൽ പ്രതിഷേധമായി വൈകുന്നേരം LDF പ്രവർത്തകർ പേരാമ്പ്രയിൽ പ്രതിഷേധ മാർച്ച് നടത്തി. ഇതേ സമയത്ത് തന്നെയാണ് UDF പ്രവർത്തകരും പ്രതിഷേധ മാർച്ച് നടത്തിയത്. രണ്ട് പ്രവർത്തകരുടെയും ഇടയിൽ പോലീസ് നിലയുറപ്പിക്കുകയും മറുവശത്തേക്ക് പോകരുത് എന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് KSU പ്രവർത്തകരുടെയും UDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കല്ലേറുണ്ടാവുകയായിരുന്നു എന്നാണ് പോലീസിന്റെ പറയുന്നത്. പോലീസ് ഇതേ തുടർന്ന് ലാത്തി വീശുകയും ഗ്രനേഡ് പ്രയോഗിക്കുകയുമായിരുന്നു. ഈ സമയത്താണ് ഈ പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ പറഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ MP ആണ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. ഷാഫി പറമ്പിൽ MP വരാതെ ഈ സ്ഥലത്ത് നിന്നും പിരിഞ്ഞു പോകില്ല എന്ന് KSU പ്രവർത്തകർ ഒപ്പം UDF പ്രവർത്തകരും പോലീസിനോട് പറഞ്ഞു. ഇതിനുശേഷം ഷാഫി പറമ്പിൽ എത്തിയപ്പോഴേക്കും വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. ഈ സംഘർഷത്തിനിടയ്ക്കാണ് ഷാഫി പറമ്പിലിന് പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മൂക്കിനും ശരീരത്തിനുമൊക്കെ പരിക്കുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് അദ്ദേഹം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹം ഡോക്ടർമാർ അദ്ദേഹത്തെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാർക്ക് മനസ്സിലാകേണ്ടതാണ്, ഷാഫി പറമ്പിൽ എത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ അവിടെ തുടർന്നത്. അപ്പോൾ MP ആണെന്ന് അറിഞ്ഞിട്ടും പോലീസ് മർദ്ദിക്കുകയായിരുന്നോ?
വലിയൊരു സംഘർഷമാണ് രേണുക ആ സമയത്ത് ഉണ്ടായത്. ഡിവൈഎസ്പി അടക്കം 10 പോലീസുകാർ ഇതിനകം കല്ലേറിൽ പരിക്ക് പറ്റി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ CPM പ്രവർത്തകർ ഒരു വശത്ത് തമ്പടിച്ചപ്പോൾ മറുവശത്തൂടെ UDF പ്രവർത്തകർ വന്നപ്പോൾ പോലീസ് ഇത് തടയുകയും മറുവശത്തേക്ക് പോകാൻ പാടില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. ഇത് UDF പ്രവർത്തകരെ ഒരു പ്രകോപനത്തിലേക്ക് നീക്കി. കാരണം അവർക്കൊരു പ്രകടനം നടത്താൻ അല്ലെങ്കിൽ സമാധാനപരമായി സംഘടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത് നിഷേധിക്കുന്ന പ്രവർത്തനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നാണ് അവർ ആരോപിച്ചത്. അവരോട് പിരിഞ്ഞു പോകണമെന്ന് പോലീസ് പറഞ്ഞെങ്കിലും പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഷാഫി പറമ്പിൽ MP വന്ന ശേഷം മാത്രമേ തങ്ങൾ പിരിയൂ, അദ്ദേഹമാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് അവർ അറിയിച്ചു. ഇതിനുശേഷമാണ് പിന്നീട് കൊയിലാണ്ടിയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഷാഫി പറമ്പിലെത്തിയത്. നമുക്കൊപ്പം VT സൂരജ് ഉണ്ട്. സൂരജ്, എന്താണ് അവിടെ നിന്ന് നടന്നത്? പേരാമ്പ്രയിൽ UDFന്റെ പ്രതിഷേധ പ്രകടനമായിരുന്നു. ആ പ്രതിഷേധ പ്രകടനത്തിനെതിരെ പോലീസ് തടഞ്ഞു വെച്ചു. DYFI പ്രവർത്തകർക്ക് സംരക്ഷണം കൊടുത്തുകൊണ്ട് MP ഉൾപ്പെടെയുള്ള പ്രകടനത്തിന് നേരെ പോലീസ് നിരവധി തവണ ഗ്രനേഡ് എറിയുകയും ടിയർ ഗ്യാസ് പൊട്ടുകയും ചെയ്തു. MPയുടെ വണ്ടിക്ക് നേരെയാണ് പോലീസ് ടിയർ ഗ്യാസ് എറിഞ്ഞത്. ഒരു ജനപ്രതിയാണെന്ന് മാനിക്കാതെ MP ഉണ്ടെന്ന് അറിഞ്ഞിട്ടും തുടർച്ചയായിട്ട് ടിയർ ഗ്യാസ് പ്രഖ്യാപിച്ചു. പോലീസിന്റെ ലാത്തി ചാർജിലാണ് MPയുടെ മൂക്കിനടക്കം പരിക്ക് പറ്റിയത്. തലയ്ക്ക് പരിക്ക് പറ്റിയതൊക്കെ പോലീസിന്റെ ലാത്തി ചാർജിലാണ്. പേരാമ്പ്രയിലെ പോലീസ് നിഷ്ക്രിയമായി CPMന് സംരക്ഷണം ഒരുക്കിക്കൊണ്ടാണ് രാവിലെ മുതൽ കോൺഗ്രസ് പ്രവർത്തകരെ UDF പ്രവർത്തകരെ ആക്രമിക്കാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിക്കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായാണ് MPക്ക് നേരെ നടന്ന ക്രൂരമായ അക്രമത്തിന് കൂട്ടുന്നത് പോലീസാണ്. സൂരജ്, VT സൂരജ് KSU ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ സ്ഥലം കൂടിയാണ്. ഇന്നലെ ഈ കോളേജ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കോളേജ് തെരഞ്ഞെടുപ്പിൽ 40 വർഷങ്ങൾക്ക് ശേഷം KSU UDSFന്റെ യൂണിയൻ ചെയർമാൻ ജയിക്കുന്നു. ആ യൂണിയൻ ചെയർമാൻ ജയിച്ചതിൽ KSU UDSF പ്രവർത്തകരെ പുറത്തുവിടാത്ത അവസ്ഥയുണ്ടാവുന്നു, പൂട്ടിയിടുന്നു. അവിടെ മോചിപ്പിക്കാനെത്തിയ UDFന്റെ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശുന്നു, CPM കല്ലെറിയുന്നു. അവർക്ക് പോലും സംരക്ഷണം കൊടുക്കുകയാണ് പോലീസ് ചെയ്തിട്ടുള്ളത്. സൂരജിനടക്കം പരിക്ക് ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനടക്കം ഈ കയ്യാങ്കളിയിൽ കാര്യമായി പറ്റുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷ് ആശുപത്രിക്ക് മുന്നിലാണല്ലോ ഉള്ളത്. അവിടെ ഷാഫി പറമ്പിൽ ആശുപത്രിക്ക് ഉള്ളിൽ തന്നെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. മറ്റ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സംഘർഷ സാധ്യതകൾ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? ഷാഫിക്ക് മാത്രമല്ല, മറ്റ് നേതാക്കൾക്ക് അഭിജിത്തിന്, പ്രവീൺ കുമാറിനെല്ലാം പരിക്കേറ്റു എന്ന് വിവരമുണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. രേണുക, പരിക്ക് പറ്റിയ കൂടുതൽ പ്രവർത്തകരെ ഇവിടേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അത് ആരാണെന്ന് നമുക്കിപ്പോൾ വ്യക്തമാവുന്നില്ല. പക്ഷേ അദ്ദേഹത്തെ വന്ന് പെട്ടെന്ന് ആശുപത്രിക്കുള്ളിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. ഇതുപോലെ നിരവധി പ്രവർത്തകർക്ക് ഇപ്പോൾ പരിക്കുണ്ട് എന്ന കാര്യമാണ് മനസ്സിലാവാൻ സാധിക്കുന്നത്. പേരാമ്പ്രയിലെ ആശുപത്രിയിലും ഒപ്പം മെഡിക്കൽ കോളേജിലും ഒക്കെ പരിക്ക് പറ്റിയ പ്രവർത്തകർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതിൽ അല്പ ഗുരുതരാവസ്ഥയിലുള്ള ഒരാളെ ഇപ്പോൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന തീർച്ചയായും UDF പ്രവർത്തകർക്കും പോലീസിനുമാണ് പരിക്ക് പറ്റിയത്. മറുവശത്തായിരുന്നു ഈ LDF പ്രവർത്തകർ സംഘടിച്ചു നിന്നത്. ആ ഭാഗത്തേക്ക് സംഘർഷം ഉണ്ടായില്ല. UDFന്റെയും LDFന്റെയും പ്രവർത്തകർക്കിടയിൽ പോലീസ് നിലയുറപ്പിക്കുകയും മറുവശത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയുകയുമായിരുന്നു. ഇതേ തുടർന്ന് കല്ലേറുണ്ടായി എന്നാണ് പോലീസ് പറയുന്നത്. തുടർന്ന് ലാത്തിചാർജ് നടത്തുകയും ഗ്രനേഡ് പ്രയോഗിക്കുകയുമായിരുന്നു. പേരാമ്പ്ര DYSP അടക്കം 10 പോലീസുകാർക്ക് പരിക്കുണ്ട്. അവരും ചികിത്സയിലാണ് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും LDF UDF പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിട്ടില്ല. UDF പ്രവർത്തകരും പോലീസുമായാണ് സംഘർഷം ഉണ്ടായിരിക്കുന്നത്. രേണുക, ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവ് ശ്രീ വസീഫ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ വസീഫ്, എന്താണ് പേരാമ്പ്രയിൽ സംഭവിച്ചത്? ഒരു MPക്ക് ലാത്തിചാർജിൽ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ അവിടെ ഉണ്ടായി? പേരുദോഷം മാറ്റാൻ ഒരു രക്തസാക്ഷി പരിവേഷം ആവശ്യമുണ്ട്. അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ MP എന്ന് തന്നെയാണ്. ഒരു പ്രകോപനവുമില്ലാതെ ബോധപൂർവമായി അവിടെ വലിയൊരു സംഘർഷം ഉണ്ടാക്കാൻ, പ്രകോപനം സൃഷ്ടിക്കാൻ അങ്ങ് ആളുകളെ കൂട്ടി ഇറങ്ങി നടക്കുക. യഥാർത്ഥത്തിൽ ഒരു MP ചെയ്യേണ്ടത് എന്താ? ഈ സംഘർഷങ്ങൾ ഒഴിവാക്കാൻ പരിശ്രമിക്കല്ലേ വേണ്ടത്? ഇന്നലെ അവിടെ ഒരു കോളേജിൽ ഒരു സീറ്റ്, അതാണ് യൂണിയൻ പോലും ജയിച്ചിട്ടില്ല, 100 കണക്കിന് വോട്ടിന് SFI ജയിച്ച ക്യാമ്പസാ. അവിടെ ഒരു സീറ്റ് ജയിച്ചു എന്ന് പറഞ്ഞ് അവിടുത്തെ KSUക്കാരും MSFും എല്ലാം കൂടിയിട്ട് വലിയ പ്രകടനവും ബോർഡും മറ്റ് കൊടിമരങ്ങളും ഒക്കെ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകടനവും മുദ്രാവാക്യവും വിളിയുണ്ടായി. നേരെ പേരാമ്പ്ര അങ്ങാടിയിലേക്ക് വന്നപ്പോൾ 2 ഭാഗത്തേക്ക് പോലീസ് മാറ്റി നിർത്തി. അതിന്റെ പേരിൽ ഒരു അവസരം കിട്ടിയതെന്നോണം ഇവരെന്ത് ചെയ്തു? ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇന്ന് പേരാമ്പ്രയിലെ CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, CPM നേതാവ് പ്രമോദ് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായി ഒരു പ്രകടനം CPM എന്നുള്ള നേതൃത്വത്തിൽ അവിടെ ഇടതുപക്ഷ പ്രവർത്തകർ നടത്തി.
അവർ നടത്തി. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പ്രകടനം നടക്കുമ്പോൾ മറ്റൊരു പ്രകടനം വരുന്ന സമയത്ത് രണ്ട് ഭാഗത്തേക്ക് പോലീസ് മാറ്റി നിർത്തും. അങ്ങനെ മാറ്റി നിർത്തി ആരെ? UDF പ്രവർത്തകരെയും CPM പ്രവർത്തകരെയും രണ്ട് ഭാഗത്തേക്ക് മാറ്റി. CPM പ്രവർത്തകർ വളരെ സംയമനത്തോടുകൂടി മാറി നിന്നു. എന്നാൽ ഇവരെന്ത് ചെയ്തു? പോലീസിനോട് തട്ടിക്കയറാനും സംഘർഷമുണ്ടാക്കാനും ബോധപൂർവമായി ഇടപെട്ടു. അതിന് ഈ MP-യും ഈ നേതൃത്വവും ഒക്കെ ഇടപെട്ടു. അവിടെ ഒരു സംഘർഷം വസീഫ്, താങ്കൾ പറഞ്ഞല്ലോ ഇമേജ് ബിൽഡിങ്ങിനോ എന്തോ താങ്കൾ ഉപയോഗിച്ച എക്സാക്ട് പ്രയോഗം എന്ന് എനിക്കറിയില്ല. എന്തായാലും അങ്ങനെ ഒരു സാഹചര്യത്തിന് വേണ്ടി ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത സംഭവം എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ബോധപൂർവം സൃഷ്ടിച്ചെടുത്താൽ അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? പോലീസ് ഇടപെടലും ആ നിലയ്ക്കായിരിക്കേണ്ടത്. അല്ലെങ്കിൽ അവർ എന്തെങ്കിലും തീരുമാനിച്ചുറപ്പിച്ച് നടത്താൻ വന്ന കാര്യം നടപ്പാക്കാൻ വേണ്ടി പോലീസ് നിന്നുകൊടുക്കുകയാണോ വേണ്ടത്? പോലീസിനെ പോലെ തന്നെ ഈ വിഷയത്തിൽ ഉത്തരവാദിത്തമുള്ള ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം. കഴിഞ്ഞ കുറച്ച് നാളുകളായി അവിടെ സംഘർഷമുണ്ടാക്കാൻ വേണ്ടി ബോധപൂർവമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എല്ലാ വിഷയങ്ങളും എടുത്ത് പരിശോധിച്ചോ. ഇതേ പേരാമ്പ്രയിൽ ഒരു നൈറ്റ് മാർച്ച് എന്ന പേരിൽ ഒരു പ്രകടനം നടത്തി. അന്നും അവിടെ സംഘർഷം ഉണ്ടായില്ലേ? അന്ന് CPM പോലീസ് ഒന്നുമില്ലല്ലോ. അന്നും സംഘർഷം ഉണ്ട്. നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ. നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരെ അന്ന് ആക്രമിച്ചു. ദിവസങ്ങൾക്ക് മുമ്പാ. ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടാൻ അല്ലെങ്കിൽ ആ നിലയിൽ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസിന്റെ ലാത്തി ചാർജ് MP-ക്കാണ്. മൂക്ക് പൊട്ടി ചോര ഒലിക്കുന്ന ദൃശ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അവർ വിചാരിച്ച കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്തിന് പോലീസ് ക്രിയേറ്റ് ചെയ്തു വസീഫ്? ഇവിടെ പോലീസ് അങ്ങനെ ഒരു രംഗം സൃഷ്ടിച്ചോ ഇല്ലേ എന്നുള്ളതൊക്കെ നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ വിഷ്വൽ എടുത്തൊന്ന് പരിശോധിച്ച് നോക്ക്. എന്താണ് അവിടെ നടന്നത്? റണ്ണിംഗ് കമന്ററി നിങ്ങൾ ഇങ്ങനെ അല്ല, നമ്മൾ സംശയിക്കണം. കാരണം എന്താണെന്നറിയോ? ഇത് KSU യൂത്ത് കോൺഗ്രസ് ഒക്കെയാണ്. നേരത്തെ ഒരു മഷിക്കുപ്പി സമരം തിരുവനന്തപുരത്ത് നടത്തിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? തിരുവനന്തപുരത്ത് ഒരു മഷിക്കുപ്പി സമരം. ഇപ്പൊ സ്വാഭാവികമായിട്ട് സംശയിക്കും. അതെങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം, വരട്ടെ. പക്ഷെ ഈ സാഹചര്യം ക്രിയേറ്റ് ചെയ്തത്, ഈ സാഹചര്യം രൂപപ്പെടുത്തിയത് ബോധപൂർവമാണ്. അത് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇങ്ങനെ ഒരു രക്തസാക്ഷി പരിവേഷത്തിന് വേണ്ടി ബോധപൂർവം സൃഷ്ടിച്ചെടുത്തതാണ് ഈ സംഭവം എന്നതാണ് ശ്രീ വസീഫ് പറയുന്നത്. എന്താണ് ശരിക്ക് പേരാമ്പ്രയിൽ സംഭവിച്ചത്? എനിക്ക് അദ്ദേഹത്തോട് സിമ്പതി രേഖപ്പെടുത്താൻ മാത്രമേ സാധ്യമാവൂ. കാരണം ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചിട്ടും അത് രക്തസാക്ഷി പരിവേഷണത്തിന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്നതാണെന്നും ഇനി ഒരു സ്റ്റെപ്പ് കൂടെ പറഞ്ഞാൽ മതി, ചുവന്ന മഷി ഒഴിച്ച് ഈ മൂക്കിൽ പിടിച്ചോണ്ട് നിൽക്കുന്ന പറഞ്ഞാൽ ഈ സ്ക്രിപ്റ്റ് കൃത്യമാവും. എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ, ഇങ്ങനെ എങ്ങോട്ട് കേരളത്തെ കൊണ്ടുപോകാൻ പറ്റും? കേരളം ഭരിക്കുന്നവര്, പോലീസ് അവരുടെ കയ്യില്, അധികാരം അവരുടെ കയ്യില്, ഗുണ്ടകളുടെ കൺട്രോളും ആ നിലയിൽ തന്നെ അവരുടെ കയ്യിലേക്ക് വരികയാണ്. ഇപ്പോ ഒരു MP-ക്ക് പോലും സുരക്ഷിതത്വം ഇല്ലാത്ത സ്ഥിതി വന്നാലോ കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നതിന് തുല്യമാകും. ഒരു കാരണവശാലും കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ ഗുണ്ടകളെ കയറഴിച്ചു വിടരുത്. അത് ഞാൻ കോൺഗ്രസിന് വേണ്ടി പറയുന്നത് മാത്രമല്ല, UDF-ന് വേണ്ടി പറയുന്നത് മാത്രമല്ല, കേരളത്തിന്റെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അത് പറയുന്നത്. തൽക്കാലം ഒരു ദിവസത്തെ ഈ തല്ലുകൊണ്ട് തീരുന്നതാണോ കേരള രാഷ്ട്രീയം? അങ്ങനെ മർദ്ദിച്ചൊതുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞങ്ങളെല്ലാം മർദ്ദനത്തിന് വിധേയരായവരാണ്. ഓരോ കാലഘട്ടത്തിൽ എന്നെ ഒരു കോളേജിന്റെ 1ാം നിലയിൽ നിന്ന് വിളിച്ച് താഴെ എറിഞ്ഞതാണ്. മരിച്ചു ഒരിക്കലും അതുപോലുള്ള നടപടി ആകരുത് എന്നുള്ളത് അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. പക്ഷേ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അവിടെ ഒരു സംഘർഷ സാധ്യത നിലനിന്നിരുന്നു. ആ മാർച്ച് നടക്കുമ്പോൾ തന്നെ അവരോട് പിരിഞ്ഞു പോകണമെന്നത് പോലീസ് ആവശ്യപ്പെടുന്നു. അവിടേക്ക് MP എത്തുന്നു. പിന്നീട് പോലീസിന് നേർക്ക് കല്ലേറുണ്ടാകുന്നു. പോലീസുകാർക്ക് പരിക്കേറ്റിരിക്കുന്നു. DYSPക്ക് വരെ പരിക്കേറ്റിരിക്കുന്നു. അപ്പോൾ ആ പ്രകോപനം എവിടെ നിന്നുണ്ടായി? പോലീസുകാർക്ക് കല്ലേറുണ്ടായാൽ DYSPക്ക് പരിക്കേറ്റാൽ അവർ വെറുതെ ഇരിക്കുമോ? ഗവൺമെന്റ് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചോട്ടെ. അതിനുള്ള 2 രൂപത്തിൽ അന്വേഷണം നടത്താമല്ലോ. മേലുദ്യോഗസ്ഥന്മാർക്ക് അന്വേഷണം നടത്താം, ജുഡീഷ്യൽ എൻക്വയറി നടത്താം. ഗവൺമെന്റ് അതിനെക്കുറിച്ച് അന്വേഷിക്കട്ടെ. പക്ഷെ ഈ അടി ശരിയാണ് എന്ന് വാദിക്കുന്നവരോടാണ് എന്റെ വാദഗതി. ഇത് ശരിയാണ്, ഇനിയും തുടരണം എന്ന് പറയുന്നവരോടാണ് എന്റെ വാദഗതി. അതൊരിക്കലും ഗുണകരമല്ല. ഇവിടെ തെറ്റ് ഞങ്ങളാണ് ഉണ്ടാക്കിയത് എന്നിവരിൽ അന്വേഷിച്ചു. നിങ്ങളുടെ അധികാരമുണ്ടല്ലോ, ജുഡീഷ്യൽ അന്വേഷണം വെച്ചു. MP-യെ പരസ്യമായി മർദ്ദിച്ചു എന്നുള്ളതല്ലേ ഞങ്ങളുടെ കേസ്? അതല്ലേ സ്വാഭാവികമായും ഇന്ത്യൻ പാർലമെന്റിന്റെ സ്പീക്കർക്ക് വരെ ഇടപെടാൻ പറ്റുന്ന ഒരു കേസാണ് എന്നുള്ളത് മറക്കരുത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ക്രൂരമായ ഒരു മർദ്ദനത്തിലേക്ക് പോകരുത്. രണ്ടാമത്തെ കാര്യം, ശ്രീ പ്രവീൺ ഞങ്ങളുടെ ഒരു സഹോദരനെ പോലെയാണ്. സഹോദരൻ എന്ന് പറഞ്ഞാൽ ഇത്ര വളരെ ശുദ്ധഹൃദയനായ ഒരാളിനെ, പ്രാണിയെ പോലും ഉപദ്രവിക്കാത്ത,
നല്ലവനിൽ നല്ലവനായ ഒരാളാണ് ഞങ്ങളുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ പ്രവീൺ. ആ പ്രവീണിനെ മർദ്ദിച്ചില്ലേ? എന്നിട്ട് മർദ്ദനത്തിന്റെ ന്യായീകരണങ്ങൾ കണ്ടെത്തുന്നത് ശരിയാണോ? മർദ്ദിച്ച ആളുകൾ ചെയ്തത് തെറ്റാണ് എന്ന് പറയാനുള്ള മാനസിക അവസ്ഥയെങ്കിലും ഞാൻ ഇങ്ങനെ ഫോണിൽ ഇപ്പുറത്ത് തുടരണോ? ശ്രീ വസീഫ്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. നോക്കൂ, ഇപ്പോൾ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച കാര്യം താങ്കൾ കേട്ടുവല്ലോ. ഈ ആശുപത്രിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഷാഫി പറമ്പിൽ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അയ്യപ്പന്റെ സ്വർണം കട്ടത് എന്നെ ആക്രമിച്ച്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മറച്ചു വെക്കാമെന്ന് കരുതേണ്ട എന്നത്. അപ്പോൾ ഈ വിഷയങ്ങൾ, ചർച്ചകൾ മാറേണ്ടത് ആരുടെ ആവശ്യമാണ്? രക്തസാക്ഷി പരിവേഷം വേണ്ടത് ഷാഫി പറമ്പിലാണ് എന്ന് താങ്കൾക്ക് പറയുമ്പോൾ ആ സിറ്റുവേഷൻ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 4 ആഴ്ചയായിട്ട് ശബരിമല വിഷയമാണ്. ന്യൂസ് 8 ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് സംസാരിക്കാൻ തയ്യാറായതാണേ. അത് തന്നെ വസീഫിനോടാണ് ഞാൻ ചോദിച്ചത്. ശ്രീ വസീഫ്, അതുകൊണ്ട് എനിക്കൊരു സമയം എന്താ? ഞാൻ ചോദിച്ചത് താങ്കൾ കേട്ടല്ലോ. ഓക്കെ, ഞാൻ പറയാം. ഈ തിരുവഞ്ചൂർ സാറൊക്കെ പറയുന്നത് കേട്ടാൽ അദ്ദേഹത്തിന്റെ ഒക്കെ കാലത്ത് പോലീസ് എന്തൊരു മാന്യമായിട്ട് ഇടപെട്ടു എന്നാ. ഇവിടെ കോഴിക്കോട് തന്നെ SFI സമരത്തിന്, കുട്ടികളുടെ സമരത്തിന്, കൊടിയും പിടിച്ച് നടത്തിയ സമരത്തിന് നേരെ വെടിവെച്ച പോലീസിന്റെ നേതാവാണ് ഇദ്ദേഹം. മറന്നോ? രാധാകൃഷ്ണപിള്ള എന്ന് പറയുന്ന ആളുടെ കയ്യിൽ തോക്ക് കൊടുത്തു വിട്ട് വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെച്ചവരായി ഇവര്. എന്നിട്ട് പോലീസിന്റെ ഒരു അക്രമത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. ഇവിടെ കേരളത്തിൽ ആദ്യമായി ഗ്രനേഡ് പ്രയോഗിക്കുന്നത്, ഇലക്ട്രിക് ലാത്തി പ്രയോഗിച്ചത് എല്ലാം ആരാണ്? ഇവരുടെ കയറൂരി വിട്ട് ബോധപൂർവമായ അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളായിരുന്നില്ലേ ഇവര്? അവരൊക്കെ ചെയ്തത് ചെയ്യാനാണോ ശ്രീ വസീഫ്? അല്ല, ഞാൻ അതൊരു സാഹചര്യം അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. മറന്നുപോയിരുന്നല്ലോ, അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാ. പിന്നെ ഇവര് ഇപ്പൊ പറയുന്നത് അവിടെ കല്ലുമായി പോലീസിനെ എറിഞ്ഞിട്ട് നടന്നാ പിന്നെ അവിടെ പോലീസ് ഗ്രനേഡ് എറിയില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാളും അക്രമം ഏൽക്കരുത്, ഒരാൾക്ക് നേരെയും അക്രമം ഉണ്ടാകരുത്, ലാത്തി ചാർജ് ഉണ്ടാകരുത് എന്ന് തന്നെ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. എന്തിനാ പോലീസ് പറഞ്ഞിട്ടും മാറ്റി നിർത്തിയിട്ടും ഈ ഷാഫി ഇങ്ങോട്ട് വന്ന് ബോധപൂർവം വരുന്നത്? ഷാഫിക്ക് ഇപ്പോ നിങ്ങൾക്കറിയാലോ, കോൺഗ്രസിനകത്തും പുറത്തുമൊക്കെ അല്പം പേരുദോഷമുണ്ട്, അല്പം കുറവില്ലാത്ത പേരുദോഷമുണ്ട്. ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പൊ എന്തിനു വേണ്ടിയാ ഈ പെർഫോമൻസ് കാണിക്കുന്നത്? അവിടെ ഈ സംഘർഷം ഉണ്ടാക്കുന്നില്ല. പേരാമ്പ്ര പോലെയുള്ള ഒരു പ്രദേശത്ത് ഒരു കാര്യമായ കുഴപ്പങ്ങളില്ലാത്ത ഒരു കോളേജിലെ സാധാരണ കൊടി പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുദ്രാവാക്യം വിളിച്ച കേസിനെ പേരാമ്പ്രയിലേക്ക് ഇറക്കി, പേരാമ്പ്രയിൽ ഹർത്താൽ പ്രഖ്യാപിച്ച്, ഹർത്താലിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിച്ചു. അതിനുശേഷം പ്രകടനത്തിന് നേതൃത്വം കൊടുത്ത് വീണ്ടും കവലകളിലേക്ക് ആളെ ഇറക്കി കൊണ്ടുവന്ന് കല്ലും കമ്പും ഒക്കെ വലിച്ചെറിഞ്ഞ് പോലീസിനെ ആക്രമിക്കുമ്പോൾ തീർന്നോട്ടെ. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടന നേതാവാണ്. ഞാൻ ആ മാന്യത കൊടുക്കുകയാണ്. അദ്ദേഹം തീർന്നു എന്നിവരിക്കും ഞാനൊരു മറുപടി. ഞാൻ തീർന്നില്ല, എനിക്ക് ഇവര് സംസാരിക്കാൻ വിടണ്ട സർ. ഇവിടെ അങ്ങനെ ഒരു പ്രകടനം വന്നു, പേരാമ്പ്ര ടൗണിലേക്ക് വന്നു. അന്നും ഇന്നലെയും പോലീസ് 2 ഭാഗത്തേക്ക് മാറ്റി നിർത്തി ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചു. ഹർത്താലിനിടയിൽ CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ, ഒരു നാടിന്റെ പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. സ്വാഭാവികമായിട്ടും അവിടെയുള്ളവർ അതിൽ പ്രതിഷേധിച്ചു പ്രകടനം നടത്തി. അവരൊരു ഭാഗത്തേക്ക് മാറ്റി നിർത്തി പോലീസ്. അവിടെ തടഞ്ഞു നിർത്തി, അവിടെ നിന്നു. പേരാമ്പ്രയിലെ സംഘടനയെക്കുറിച്ചും CPM-നെ കുറിച്ചും ഒക്കെ അറിയാത്തവരല്ലല്ലോ ഈ മാധ്യമപ്രവർത്തകർ. ഒന്ന് അന്വേഷിച്ചാൽ മതി, മനസ്സിലാവും. ആ പോലീസ് തടഞ്ഞെടുത്ത് നിന്നു അവിടുത്തെ പേരാമ്പ്രയിലെ ഇടതുപക്ഷ പ്രവർത്തകർ. എന്നാൽ പിന്നാലെ വീണ്ടും പ്രകടനമായി വന്നു ഈ